സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ ഒരു കുട്ടി കടൽക്കരയിൽ പട്ടം പറപ്പിച്ച് രസിക്കുകയായിരുന്നു. അതുവഴി വന്ന ഒരാൾ ചോദിച്ചു, മോനെ, നീ എന്ത് ചെയ്യുകയാണ്? കുട്ടി പറഞ്ഞു, ഞാൻ പട്ടം പറപ്പിക്കുകയാണ്. അതിന് പട്ടം എവിടെ? ആഗതൻ ചോദിച്ചു. കുട്ടി പറഞ്ഞു, പട്ടം അങ്ങ് ഉയരങ്ങളിൽ പറക്കുന്നുണ്ട്. ആഗതൻ വീണ്ടും ചോദിച്ചു, അത് അവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? കുട്ടി മറുപടി പറഞ്ഞു, എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല, എങ്കിലും പട്ടം മുകളിൽ ഇപ്പോഴും പറക്കുന്നുണ്ട് എന്ന് ഈ ചരടിലൂടെ എനിക്ക് അറിയാം. ഇതിൻ്റെ മറ്റേ അറ്റം പട്ടത്തിൽ ബന്ധിച്ചിരിക്കുന്നു. ഇതുപോലെയാണ് നാം ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തെ നമുക്ക് അനുഭവേദ്യമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം. വിശ്വാസ തകർച്ചയാണ് ഈ കാലഘട്ടത്തിൻ്റെ വലിയ ശാപം. അത് നിമിത്തം അദൃശ്യ ദൈവത്തെ അനുഭവമാക്കുവാൻ പലർക്കും കഴിയുന്നില്ല. ബൈബിൾ പറയുന്നു, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:11 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിപ്പീൻ. പൗലോസ് പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ ആർക്കും കഴിയില്ല. നാം പലപ്പോഴും മനുഷ്യരിലോ മാനുഷിക കഴിവുകളിലോ മനുഷ്യൻ്റെ ശക്തിയിലോ അധികാരത്തിലോ സ്വാധീനങ്ങളിലോ യന്ത്രക്ഷമതകളിലോ വിശ്വസിക്കാൻ തയ്യാറാകും. ദൈവത്തിലും അവിടുത്തെ വചനത്തിലും വിശ്വസിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. ഇത് അനേക വ്യക്തികളുടെ വിശ്വാസത്യാഗത്തിന്, പരാജയത്തിനും അനേക സഭകളുടെ വളർച്ച മുരടിച്ചു പോകുവാനും കാരണമായിത്തീരുന്നു. നാം പ്രാപിക്കേണ്ട എത്രയോ വാഗ്ദത്തങ്ങൾ നമ്മുടെ സംശയവും അവിശ്വാസവും നിമിത്തം നഷ്ടപ്പെടുന്നു. മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ഇസ്രയേൽ ജനം മരുഭൂമിയിൽ അവരുടെ പ്രതിസന്ധികളിൽ അവരെ ഇതുവരെ നടത്തിയ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തത് നിമിത്തം അവർ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയും അവിശ്വാസം നിമിത്തം മരുഭൂമിയിൽ മരിച്ചു വീഴുകയും ചെയ്തു. നമ്മുടെ വിശ്വാസം എങ്ങനെ നമുക്ക് ലഭിക്കുവാനും വളർത്തുവാനും കഴിയുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നുണ്ട്. വിശ്വാസം ദൈവവചന കേൾവിയിലൂടെയാണ് ഉളവാകുന്നത്. വിശ്വാസത്തിൻ്റെ ഒരളവ് ദൈവം ദാനമായി നമുക്ക് നൽകിയിരിക്കുന്നു. വിശ്വാസം എന്ന വരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. യേശു ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ പലപ്പോഴും ശാസിച്ചു. വിശ്വാസമുള്ളവരായിരിക്കാൻ അവരെ ഉപദേശിച്ചു. ശിഷ്യന്മാർ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചു. സ്നേഹിതരെ, നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ അനുഗ്രഹങ്ങൾക്കും നാം കർത്താവിൽ വിശ്വാസം ഉള്ളവരായിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.